ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഡക്ക് മപ്പാസ്, നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഡക്ക് മപ്പാസ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത താറാവ് 2 കിലോഗ്രാം, ഇഞ്ചി ഒരു വലിയ പീസ്, പച്ചമുളക് 3 എണ്ണം, കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കട്ടിയുള്ള നാളികേരത്തിൻ്റെ പാല് 1 കപ്പ്, നാളികേരത്തിൻ്റെ 2ാം പാൽ 2 കപ്പ്, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് 1/2 ടേബിൾ സ്പൂൺ, സവോള തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് 1 വലുത്, ചെറിയ ഉള്ളി 4ആയിട്ട് കട്ട് ചെയ്തത് 2.5 കപ്പ്, കറിവേപ്പില 4 തണ്ട്, ചെറിയ ഉള്ളി തിന്നായിട്ട് കട്ട് ചെയ്തത് 6 എണ്ണം, വെളിച്ചെണ്ണ 3.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് താറാവ് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു ഗ്രൈൻഡറിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, മഞ്ഞൾപ്പൊടിയിൽ നിന്നും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം കൂടി നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്ത അരപ്പാണ്. നമുക്കിനി താറാവ് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ അരച്ചെടുത്ത അരപ്പ് താറാവിലോട്ട് ഇട്ടതിന് ശേഷം ഗ്രൈൻഡർ കഴുകി ഇതിലോട്ടൊഴിക്കാം. ഇതിലോട്ട് 1-2 കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിനി ഏകദേശം 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ഇപ്പോൾ താറാവ് നമുക്ക് വേവിച്ചെടുക്കണം. ഞാനിന്നിവിടെ ഒരു കുക്കറിലാണ് വേവിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കുക. നിങ്ങളുടെ താറാവിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കുക. നാല് വിസിൽ ഇപ്പോൾ കേട്ടു. ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ പോകണം. ഈ സമയത്ത് താറാവ് മപ്പാസിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു സ്കില്ലറ്റിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പുമിട്ട് വഴറ്റുക.
ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില എന്നിവയിട്ട് വഴറ്റുക. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. താറാവിൽ മസാല ഇപ്പോൾ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ നീര് ഇതിലോട്ടൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്യുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ടുണ്ട്. നമുക്കിനി നാളികേരത്തിൻ്റെ തിക്കായിട്ടുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ടിനി ചെറിയ ഉള്ളി കാച്ചി ഒഴിക്കണം. ഇതിനു വേണ്ടി ഒരു ഫ്രൈങ് പാനിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ബാക്കിയുള്ള 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് വഴറ്റുക. ഉള്ളി നല്ല ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഫ്ലെയിം നമുക്കിനി ഓഫ് ചെയ്യാം. ഇത് വെന്തിരിക്കുന്ന താറാവ് മപ്പാസിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
നമ്മുടെ അടിപൊളി താറാവ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡക്ക് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.